ഇനി വയനാടേക്കാണ് പോകുന്നത്. മാനന്തവാടി. അതെ, അവിടെ സംരക്ഷിത സ്മാരകമായ പഴശ്ശി കുടീരത്തിന് സമീപം നടക്കുന്ന അപകടകരമായ മണ്ണെടുപ്പ് അവസാനിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. മണ്ണെടുപ്പ് പഴശ്ശി കുടീരത്തെ തകർക്കുമെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും യുവമോർച്ച ആവശ്യപ്പെട്ടു. നടപടിയില്ലെങ്കിൽ ശക്തമായ സമരം നടത്തും എന്നാണ് യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഖിൽ പ്രേം വ്യക്തമാക്കിയിരിക്കുന്നത്. അർജുൻ PS ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അർജുൻ, നമുക്കറിയാം പഴശ്ശി കുടീരത്തിന് സമീപത്തെ അപകടകരമായ മണ്ണെടുപ്പ് അത് അവസാനിപ്പിക്കണമെന്ന് നേരത്തെ തന്നെ ശക്തമായ ആവശ്യം ഉയർന്നതാണ്. അത് തുടരുന്നത് വലിയ രീതിയിൽ പഴശ്ശി കുടീരത്തിന് ആഘാതമുണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും യുവമോർച്ച ഇതുമായി ബന്ധപ്പെട്ട സമര പരിപാടികളിലേക്ക് കടക്കുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഗുഡ് മോർണിംഗ്. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. അതായത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ഈ പഴശ്ശി കുടീരം അടക്കം നിൽക്കുന്നത് ഒരു കുന്നിന്റെ മുകളിലാണ്. അത്തരത്തിൽ ഹൈറ്റിലുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെയാണ് ഇപ്പൊ അനധികൃതമായി മണ്ണെടുപ്പ്, അതായത് സ്വകാര്യ വ്യക്തി ആ മണ്ണെടുപ്പ് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭാ സെക്രട്ടറി അനുമതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് നഗരസഭാ സെക്രട്ടറി ഇത്തരത്തിലുള്ള അനുമതി നൽകുക എന്നുള്ള ഒരു ചോദ്യമാണ് യുവമോർച്ച ചോദിക്കുന്നത്. പുരാവസ്തു മ്യൂസിയം വകുപ്പിന്റെ കീഴിലുള്ള ഒരു സ്ഥലം കൂടിയാണിത്. അപ്പോൾ അങ്ങനെയെങ്കിൽ അവരുടെയൊക്കെ അനുമതി ഇതിന് ആവശ്യമാണ്. അതൊന്നുമില്ലാതെയാണ് ഇത്തരത്തിലുള്ള ഒരു അനുമതി ആ നഗരസഭാ സെക്രട്ടറി നൽകിയിരിക്കുന്നത്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യുവമോർച്ച അടക്കമുള്ള ആളുകൾ പറയുന്നത്. 25 അടി താഴ്ചയിലും അതുപോലെ തന്നെ 70 മീറ്റർ വീതിയിലുമാണ് ഇത്തരത്തിൽ മണ്ണെടുപ്പ് നടത്തുന്നത്. അത് തന്നെ എത്ര ഭീകരമാണെന്ന് ചിന്തിച്ചാൽ അറിയാം. അങ്ങനെയെങ്കിൽ ഈ ഒരു സംരക്ഷണ ഭിത്തിയുണ്ട്, അതായത് ഈ പഴശ്ശി കുടീരത്തിന്റെ സംരക്ഷണ ഭിത്തിയുണ്ട്, അതടക്കം തകരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ മണ്ണെടുപ്പ് ഈ മണ്ണെടുപ്പ് നടത്തുവാൻ ഒരു അനുമതി നൽകി കഴിഞ്ഞാൽ മറ്റുള്ളവരും ഇത്തരത്തിലുള്ള ഒരു മണ്ണെടുപ്പ് ഈ പ്രദേശങ്ങളിൽ നടത്തുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനും സാധ്യതയേറുകയാണ്. ഇതൊക്കെ തടയണം എന്നുള്ള ഒരു ആവശ്യമാണ് യുവമോർച്ച ഉൾപ്പെടെയുള്ള സംഘടനകൾ ആവശ്യപ്പെടുന്നത്. സ്വാഭാവികമായും വലിയ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളതാണ് യുവമോർച്ച അറിയിക്കുന്നത്. അതായത് ഇത്തരത്തിൽ നഗരസഭാ സെക്രട്ടറിയുടെ ഈ നടപടി യാതൊരു വിധത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ മണ്ണെടുപ്പ് നിർത്തണം. അല്ല എങ്കിൽ ഈ പഴശ്ശി കുടീരത്തിന് തന്നെ ഇത് വലിയ രീതിയിലുള്ള ആപത്ത് ഉണ്ടാക്കും എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. നമുക്ക് ഈ ഒരു പഴശ്ശി കുടീരം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പഴശ്ശി കുടീരം അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് ഇവയൊക്കെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ വലിയ ചെങ്കുത്തായ സ്ഥലമാണ്, വലിയ കയറ്റമുള്ള സ്ഥലമാണ്. ഇവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു മണ്ണെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ മണ്ണെടുപ്പ് നിർത്തിയില്ലെങ്കിൽ, ഈ ഒരു നടപടി തീരുമാനമായില്ലെങ്കിൽ, പൂർത്തിയായില്ലെങ്കിൽ, അതുപോലെ തന്നെ നഗരസഭ സെക്രട്ടറിക്കെതിരെ വേണ്ട വിധത്തിലുള്ള നടപടിയെടുത്തില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് യുവമോർച്ച അടക്കമുള്ളവർ പറയുന്നത്. ശരി അർജുൻ, എന്തായാലും യുവമോർച്ച ഇതുമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതെ, ഈ സംരക്ഷിത മേഖലയാണ്, ഒരു ചരിത്ര സ്മാരകം. അതിനിടയിലാണ് ആ സ്മാരകത്തിന്റെ നിലനിൽപ്പ് പോലും അപകടത്തിലാക്കുന്ന തരത്തിലുള്ള ഒരു മാഫിയയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്.